ಶುಭ ನಮಸ್ಕಾರಗಳು. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ മേൽവിലാസമായ ബേക്കൽ കോട്ടയിലേക്കാണ്. സഞ്ചാരികളൊക്കെ എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. ബേക്കൽ കോട്ടയും ഉണരുന്നു. ഈ പ്രഭാതത്തിൽ നമ്മുടെ കാസർഗോഡ് മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിലെ നമ്മുടെ യാത്ര തുടങ്ങുന്നതും ഈ ബേക്കലിൽ നിന്ന് തന്നെയാണ്. നിരവധി ആളുകൾ എത്തുന്ന കാസർഗോഡിന്റെ സപ്തഭാഷാ സംഗമ ഭൂമി എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ വ്യക്തമാകുന്നുണ്ട്. 7 ഭാഷകൾ, വ്യത്യസ്ത ആചാരങ്ങൾ, വ്യത്യസ്ത തരം മനുഷ്യർ, അവരിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഈ വോട്ട് യാത്ര നമ്മൾ തുടങ്ങുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പതിനേഴാം നൂറ്റാണ്ട് മുതൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സമയം വരെ ഈ കോട്ട ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മനോഹാരിത ആ നിർമ്മിതിയുടെ മികവ് കൊണ്ടുകൂടിയാണ്. അങ്ങനെ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ സഞ്ചാരികൾ വന്നു തുടങ്ങുന്ന കാസർഗോട്ടെ ആദ്യത്തെ ഇടം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ ബേക്കൽ കോട്ടയാണ്. ബേക്കൽ കോട്ടയ്ക്ക് അടുത്ത് കാണുന്ന ഈ ശ്രീ മുഖ്യപ്രാണ ടെമ്പിൾ, ഇതൊരു ഹനുമാൻ ക്ഷേത്രമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന് അഭിമുഖമായിട്ടാണ് ടിപ്പു സുൽത്താൻ പണിയെടുപ്പിച്ച പള്ളി നിലനിൽക്കുന്നത്. പള്ളിക്കര വില്ലേജിൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന 35 ഏക്കർ സ്ഥലത്താണ് ഈ ബേക്കൽ കോട്ട നിലനിൽക്കുന്നത്. കാസർഗോഡിന്റെ മുഖം ഏതെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം ബേക്കൽ തന്നെയാണ്. കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന സുന്ദരമായ കടൽ തീരങ്ങളുള്ള ജില്ലയാണ് കാസർഗോഡ്. 15ഓളം ചെറുതും വലുതുമായ ബീച്ചുകൾ, വിനോദസഞ്ചാരത്തിന്റെ അനന്ത സാധ്യതകളുള്ള കാസർഗോഡ് ജില്ലയ്ക്ക് ആ രീതിയിൽ ഒരു വികസനം വരേണ്ടേ? മാറി വരുന്ന MP-മാരോട്, മാറി വരുന്ന സർക്കാരുകളോട് കാസർഗോഡിന്റെ തീരമേഖല പലതും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ എത്ര നടപ്പായിട്ടുണ്ട്? ഇനി അവർക്ക് ആവശ്യമുള്ളത് എന്താണ്? വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാസർഗോഡിന്റെ തീരത്തിന് ചോദിക്കാനും പറയാനുമുള്ളത് എന്താണ്? അത് കേൾക്കാൻ ഞങ്ങൾ അവർക്കിടയിലേക്ക് പോവുകയാണ്. കാസർഗോഡിന്റെ തീരത്ത് നിന്നും പൊതുജനം സ്പീക്കിംഗ്. തീരത്തിന്റെ നോവറിയണമെങ്കിൽ ആദ്യം തീരമേഖലയുടെ മനസ്സറിയണമെങ്കിൽ അവർക്കൊപ്പം കൂടണം, സഞ്ചരിക്കണം, വർത്തമാനം പറയണം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ തൃക്കണ്ണാട് കടപ്പുറത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കടപ്പുറത്തിന് ഒരുപാട് ആവശ്യങ്ങൾ ഓരോ തവണയും ആളുകൾ വരുമ്പോൾ ഓരോ MP-യോടും MLA-യോടും ഒക്കെ ആവർത്തിച്ച് പറയുന്ന ആവശ്യങ്ങളുണ്ട്. അതിൽ എത്ര എണ്ണം നിറവേറ്റിയിട്ടുണ്ട്? ഇനിയിപ്പോൾ അവർക്ക് അത്യാവശ്യമായി എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് നോക്കാം. വോട്ടിന്റെ സമയത്ത് കുറെ ആൾക്കാർ വരും, MP-മാരിലെ വരും. MP കഴിഞ്ഞ പ്രാവശ്യം ഇത്താളും ജയിച്ചില്ല, ഒരു സഹായം ചെയ്തിട്ടില്ല. നമ്മൊരു 10-20 വർഷമായി പോരാടുന്നു. ആർബർ മന്ത്രിയുടെ വരുന്നു, MP-മാരും വരുന്നു, എല്ലാവരും വന്നു പോയി. ഇതേ പറഞ്ഞാൽ 6 മാസമായി നമുക്ക് പെൻഷൻ കിട്ടാത്തത്. ഒന്ന് എന്ത് വാഗ്ദാനമുള്ളത്? കടലുകളൊക്കെ ക്ഷോഭത്തിന് ഫുള്ള് എത്രയോ ജീവൻ പോയിട്ടുണ്ട്. പക്ഷെ ഇവർ വന്നിട്ട് പറയുന്ന ഇലക്ഷൻ ആകുമ്പോൾ ഓക്കെ തെരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞാൽ മതിയോ? പറഞ്ഞത് ഹാർബർ എവിടെ? കാസർഗോഡിന്റെ തീരമേഖല ചോദിക്കുകയാണ്. ചോദ്യത്തിന് ഉത്തരമുണ്ടോ? കാസർഗോഡിന്റെ തീരത്തുകൂടി തൃക്കണ്ണാട് കടപ്പുറത്തുകൂടിയാണ് നമ്മുടെ വോട്ട് യാത്ര മുന്നോട്ട് പോകുന്നത്. ഇവിടെയുള്ള പൊതുജനങ്ങൾക്ക് പറയാനുള്ള പല കാര്യങ്ങളിലൊന്ന് ഈ ഹാർബറിനെ കുറിച്ച് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കടലിൽ പോയി മടങ്ങി വന്ന ഒരു ബോട്ടാണിത്. മീനിപ്പോൾ എങ്ങനെയുണ്ട് കടലിൽ? പൊതുവെ പുറംകടലിൽ മീൻ കുടിക്കുന്നത് കൂടുതൽ, ഒന്നാമത്. പിന്നെ ചൂട് കൂടുതൽ, അതുകൊണ്ട് മീൻ നിൽക്കുന്നില്ല. കഴിഞ്ഞ വർഷത്തെ കടൽക്ഷോഭത്തിൽ തകർന്ന തോണിപ്പുരയാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. 1 വർഷമായി ഇതിനായി നഷ്ടപരിഹാരം കാത്ത് വീണ്ടും ചോദിച്ച് ഇവിടെയുള്ളവർ കാത്തിരിക്കുകയാണ്. കലക്ടറിൽ വന്നിട്ട് നോക്കിയിട്ട് പോയിനി. നഷ്ടപരിഹാരം നമ്മൾ 30 ലക്ഷം രൂപയ്ക്ക് നഷ്ടപരിഹാരം കൊടുത്തിനി. പിന്നെ തിരിച്ച് നോക്കിയിട്ടില്ല. കടൽക്ഷോഭം വരുമ്പോഴേക്കും കുറേ കാര്യങ്ങൾ പ്രഖ്യാപിക്കുമല്ലോ. അത് പിന്നീട് ആ പണം കിട്ടിയിട്ടില്ല. ഒന്നും പ്രാധാന്യത്തിലില്ല മക്കളെ. ഇതൊക്കെ അങ്ങനെ പറഞ്ഞു പോയി. ഇങ്ങനെ ഇവരെ വോട്ടിനും വരും, ഇങ്ങനെ പറഞ്ഞ് തീർക്കും, അവർ പോകും. പ്രതികരിക്കാനില്ല, കാരണം ഒന്നും ആനുകൂല്യം കിട്ടുന്നില്ല. പിന്നെ പ്രതികരിച്ചിട്ട് കാര്യമില്ല. കടല് കലിതുള്ളി വരുമ്പോൾ അവരെന്ത് ചെയ്യാനാണ്? അതേക്കുറിച്ച് തന്നെയാണ് അവർക്ക് കൂടുതൽ പറയാനുള്ളത്. വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ ഒരു മറുപടിയെങ്കിലും കൊടുക്കാൻ അധികൃതർ തയ്യാറാകണമെന്നുള്ള ഒരു മിനിമം നിവേദനമാണ് അവർക്ക് അധികൃതർക്ക് മുന്നിൽ വെക്കാനുള്ളത്.
75-ാം മൈലിൽ ദേശീയപാതയുടെ പണി ഇങ്ങനെ കത്തിക്കാളുന്ന വെയിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ശാസ്ത ടയർ റീസോളിംഗ് വർക്ക്സ്. നമ്മൾ ഈ കടയിലേക്ക് വരാൻ കാരണം ഈ കട കെട്ടിപ്പടുക്കാൻ അതിന് പാട്ട് വഴിയൊരുക്കിയ ഒരു മനുഷ്യനുള്ളത് കൊണ്ടാണ്. രതീഷ് കണ്ടെടുക്കാം, കാസർഗോട്ടുകാരുടെ ജൂനിയർ യേശുദാസ്. ജൂനിയർ യേശുദാസ്, ഹലോ, സുഖല്ലേ? വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് സ്വപ്നം കണ്ടിറങ്ങി വന്നോളേ ചെമ്മാനപ്പൂമുറ്റം നിറയേ. ഇപ്പം ദാസേട്ടനോടുള്ള ഒരു കടപ്പാട് അല്ലെങ്കിൽ ദാസേട്ടന്റെ ശബ്ദം എന്ന് പറയുമ്പോഴത്തേക്കും ദാസേട്ടൻ അറിയാമോ ഇത്? ദാസേട്ടൻ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും. ദാസേട്ടൻ പിന്നെ 2003 പാടിയൊരു പാട്ടാണ് ഞാൻ 2018 ഹിറ്റാക്കി കൊടുത്തത്. ഹിറ്റായത് ഞാൻ പാടിയതിനു ശേഷമാണ് ഹിറ്റായത്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്. സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടാണോ ചിഹ്നം നോക്കിയിട്ടാണോ വോട്ട് ചെയ്യാറ്? ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നോക്കിയിട്ടാണ് ചെയ്യുന്നത്. സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യത ഒരു വിഷയമാണ്. അതെ. എങ്ങനെയുണ്ട് ഏട്ടാ തെരഞ്ഞെടുപ്പൊക്കെ? ഇത് ഇടത്തും വലത്തും ഭരിച്ചിട്ട് ഇവിടെ കുട്ടിച്ചോറാക്കിയതല്ലാതെ വേറെ ഒന്നും നല്ലതൊന്നും ചെയ്യുന്നൊന്നുമില്ല. ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ല ആര് ഭരിച്ചാലും. വികസന പ്രവർത്തനങ്ങൾക്കാണ് സ്ഥാനാർത്ഥിയുടെ മുഖത്തേക്കാൾ കൂടുതൽ ഇവിടുത്തുകാർ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ഉദുമ നിയോജക മണ്ഡലത്തിൽ മുളിയാർ പഞ്ചായത്തിലെ നക്രംപാറയിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ആളുകൾക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ട വിഷയങ്ങളെക്കുറിച്ചൊക്കെ പറയാനുള്ളത് എന്താണ് എന്നറിയാനാണ് നമ്മൾ ഈ നട്ടുച്ച വെയിൽ അതിനേക്കാളും കൂടുതലാണ് ഇവിടെ തെരഞ്ഞെടുപ്പിലൂടെ ആ വോട്ട് വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ റോ മെറ്റീരിയൽ, അതായത് ഈ ജാർ ഉണ്ടാക്കുന്നതിലുള്ള. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഇതിലേക്കാണ് വരിക. അത് ഒരു 2-3 തവണ പോയി വന്നതിന് ശേഷമാണ് അത് സോഫ്റ്റനായി വരണം. ആ സോഫ്റ്റനായി വരുന്ന മെറ്റീരിയൽ എടുത്തിട്ടാണ് അടുത്തതായി മോൾഡിലേക്ക്, ഏത് ടൈപ്പാണ് ഇപ്പോൾ ഇതാണ് ഉണ്ടാക്കേണ്ട ബോട്ടിലെങ്കിൽ ആ മോൾഡിലേക്ക് വരിക. ഇതൊക്കെ ഒരു പഞ്ചായത്തിൽ ഇങ്ങനെയുള്ള വ്യവസായ സംരംഭങ്ങൾ കൂടുതലായി വരുമ്പോൾ കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ ഈ സംരംഭത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വോട്ടൊക്കെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ അടപ്പൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് മുറുക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഉറച്ച തീരുമാനം എടുത്താണോ ബൂത്തിലേക്ക് പോവാ വോട്ട് ചെയ്യാൻ? രാഷ്ട്രീയമാണോ നോക്കുന്നത് അതോ ആള് കൊള്ളാവോന്നാണോ? ആള് കൊള്ളാം, പിന്നെ എല്ലാം നോക്കും. ഈ സ്ഥാപനത്തിന് അവാർഡ് കിട്ടി, പക്ഷെ ഈ പ്രദേശത്തിന് ഇത് മതിയോ? കുറച്ചുകൂടിയൊക്കെ വികസനം വേണ്ടേ? വികസനം വേണം. നമ്മുടെ കാസർഗോഡിന് ഇപ്പൊ എന്താ ഒരു കുറവുള്ളത്? ഇനി എന്താ പുതുതായിട്ട് വേണ്ടേ? അതന്നെ പാവം ആശുപത്രി വേണം. ഇവിടെ കൂടുതൽ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരാണ് അധികം ചെയ്യുന്നത്. അപ്പം പഠിക്കാത്ത പാവപ്പെട്ടവർക്കും ഇതുപോലത്തെ സ്ഥാപനം ഉണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞു പോകാൻ കഴിയുന്നു. തൊഴിലിനോടുള്ള ആഗ്രഹം അവർക്കുണ്ട്, പക്ഷേ അതിനാവശ്യമായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ കിട്ടാനുള്ള സാഹചര്യം ഇവിടെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കൂടുതലായിട്ട് വരട്ടെ, കാസർഗോഡ് വളരട്ടെ. നാട്ടിന് പുറത്ത് ഒരു ഇൻഡസ്ട്രീസ് വന്നാലേ അത് നല്ലൊരു ഡെവലപ്മെൻറ്റ്. തീർച്ചയായും നാട്ടിൻ പുറത്തൊരു വ്യവസായം, അങ്ങനൊരു വ്യവസായ സംരംഭം വരുമ്പോഴാണ് ആ നാടൊന്നാകെ വികസിക്കുക, കൂടുതൽ പേർക്ക് തൊഴിൽ കിട്ടുക. അങ്ങനെ ഒരു മാതൃകയാണ് നമ്മൾ ഉദുമയിലെത്തിയപ്പോൾ കണ്ടത്. അപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ വോട്ട് വർത്തമാനവും നമ്മൾ കേട്ടു. ഇനി കാസർഗോഡ് മണ്ഡലത്തിലെ മറ്റൊരിടത്തേക്ക്. നാട്ടിലെങ്ങും ഇപ്പോൾ വോട്ടാണ് പാട്ട്, അല്ലെങ്കിൽ വോട്ടിനെ കുറിച്ചാണ് വർത്തമാനം. അത് എവിടെ ചെന്നാലും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കിടയിലായാലും അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയാനുള്ള വിഷയങ്ങൾ എന്താണ്, അവരെന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടാണ് ഒടുവിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്, അതിന് നമ്മളൊരു ഇടമൊരുക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഏത് മണ്ഡലമാണെന്നറിയോ? ഹലോ, ആര് ജയിക്കും? ഇതിലാണോ തെരഞ്ഞെടുപ്പിലാണോ? തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എങ്ങനെ ചിഹ്നം നോക്കിയിട്ടാണോ അതോ വോട്ട് വിഷയങ്ങളൊക്കെ നോക്കിയിട്ടാണോ നിങ്ങൾ വോട്ട് ചെയ്യാറ്?
വിഷയങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ വോട്ട് ചെയ്യാനായിട്ട്. അടിമത്തത്തിൻ്റെ കാലമൊക്കെ പണ്ടേ കഴിഞ്ഞതാണ്. ഹലോ, ഇൻസ്റ്റാ കിട്ടാൻ തോന്നുന്നു. ഇൻസ്റ്റയിലുണ്ടോ? ഞാൻ ഇൻസ്റ്റയില്ല. ഇൻസ്റ്റയിലുണ്ടോ? ഇല്ല. ഉണ്ട്. ഇൻസ്റ്റയിലുണ്ട്. പിന്നെ എന്താ പറയുന്നത്? മടിയൊന്നുമില്ല. നല്ല കണ്ണൊക്കെ ആണല്ലോ. ക്യാമറ ഒന്ന് ക്ലോസ് പിടിച്ചേ. ക്യാമ്പസിൽ രാഷ്ട്രീയമില്ലാന്ന് ഒരാൾ പറഞ്ഞു, അങ്ങനെയാണോ? എനക്ക് രാഷ്ട്രീയമില്ല. വീടുണ്ട്. വീടുണ്ട് എനക്കില്ല. തെരഞ്ഞെടുക്കപ്പെടുന്ന MP ആരായാലും ആ MP എന്ത് ചെയ്യണം? ആദ്യം വേണ്ടത് കാസർഗോഡിലൊരു സ്വന്തമായിട്ടൊരു മെഡിക്കൽ കോളേജ് വേണമെന്നാണ്. ബാക്കിയെല്ലാം അതിൻ്റെ വഴിയേ വേണം. കാസർഗോട്ടെ മൊഞ്ചത്തിമാർക്ക് എന്താ ഈ തെരഞ്ഞെടുപ്പിൽ പറയാനുള്ളത് നോക്കാം. തെരഞ്ഞെടുപ്പിൽ എന്താ പറയാണ്ട്, തെരഞ്ഞെടുപ്പ് പോവും. നമ്മളിവിടെ ഉണ്ടാവും. സ്ഥാനാർത്ഥിയാണോ ചിഹ്നമാണോ സാധാരണ നോക്കാറ്? ആദ്യമായിട്ടാണ് ചെയ്യാൻ പോണേ വോട്ട്? ഫസ്റ്റ് ടൈം. അപ്പൊ ഈ വികസനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള ആളാന്ന് തോന്നുന്നു. ആണ് ഉയർന്ന ചിന്താഗതി. കുറച്ചധികം അല്ല, കൂടുതൽ ചിന്തിച്ചാൽ കുറച്ച് കിട്ടുന്നല്ലേ? കുറച്ച് കിട്ടും. അതെ, ഭയങ്കര പോസിറ്റീവ് ആയിട്ട് എനിക്ക് ഇഷ്ടമായി. കാസർഗോഡ് മണ്ഡലത്തിലൂടെയുള്ള നമ്മുടെ വോട്ട് യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് മല്ലം ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിലാണ്. പുരാതനമായ ക്ഷേത്രമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ ദിവസവും 2 നേരം ഇവിടെ എത്തുന്ന ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നു. അന്നദാനം 2 നേരമാണ് ഇവിടെ കൊടുക്കുന്നത്. മലയാളം മാത്രമല്ല കേട്ടോ, തുളു, കന്നഡ ഇതൊക്കെയാണ് കൂടുതലായും ആളുകൾ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ കർണാടകത്തിൻ്റെ ഒരു ബോർഡറിനോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ കന്നഡ കൂടുതലായി സംസാരിക്കുന്ന ആളുകൾ ഒരുപാട് എത്തുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നിന്നാണ് ഇന്നത്തെ പൊതുജനം സ്പീക്ക്. മല്ലത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒരു സാധ്യത എങ്ങനെയാണ് കാസർഗോഡ് മണ്ഡലത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ? വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ട്. സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിന് വ്യക്തിപരമായിട്ടുള്ള പ്രാധാന്യം ഉണ്ടെങ്കിലും ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് നോക്കുന്നതിലുപരിയായിട്ട് ദേശീയ രാഷ്ട്രീയത്തിനൊക്കെ പ്രാധാന്യമുണ്ട്. നമുക്ക് ഈ കാസർഗോഡിന് ഏത് രീതിയിലുള്ള വികസനമാണ് വേണ്ടത്? അല്ലെങ്കിൽ ಕಾಸರಗೋಡಿನ അടുത്ത ഒരു MP വരുമ്പോൾ ಆ MP എന്താണ് ചെയ്തു ತರേണ്ടത്? ಕಾಸರಗೋಡಿನ ಏನು ಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ ನಮಗೆ ಒಳ್ಳೆ ರೀತಿಯ ನಡವಳಿಕೆಯಲ್ಲಿ ಮಾಡಬೇಕು. ನಮ್ಮ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಗೆ ಎಲ್ಲ ರೀತಿಯಲ್ಲಿ ಒಳ್ಳೆ ಕಾರ್ಯ ಅಂದರೆ ನಮಗೆ ಜನಗಳಿಗೆಲ್ಲ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಬೇಕು. ಅದೀಗ ನೋಡಿ ಇದು ಈಗ ದೊಡ್ಡ ಮಾರ್ಗ ಎಲ್ಲ ಬರ್ತಾ ಒಂದು ಕೇರಳದಲ್ಲಿ 4-6 ലൈന് മാർഗം ಬರ್ತಾണ്. മല്ലത്ത് കന്നഡയും തുളുവാണ് കൂടുതൽ ആളുകളും പറയുന്നത്. എനിക്കാണെങ്കിൽ കന്നഡ അറിയില്ല എന്ന് പറയാൻ, ಗೊತ್ತಿಲ್ಲ എന്ന് മാത്രമേ പറയാൻ അറിയൂ. ഈ സാധാരണ അമ്മ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്താ ചിന്തിക്കുക? പാർട്ടിയുടെ നോക്കൂ. അപ്പോൾ ചിഹ്നവും നോക്കും, സ്ഥാനാർത്ഥിയെ നോക്കൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാ? രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം നോക്കിയാണ് വോട്ട്. നമുക്ക് ഇവിടെ ആര് ജയിച്ചാലും ആദ്യം ചെയ്തു തരേണ്ടത് എന്താ കാസർഗോഡിന്? പാവങ്ങൾക്ക് പുറ കെട്ടി കൊടുക്കണം, ഇങ്ങനത്തെ റോഡ് നല്ല ചെയ്യണം, ഹള്ളിയിലെ റോഡ് നല്ലത് ചെയ്യണം, ഇങ്ങനത്തെ വികസനം ചെയ്യണം. തെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്ത് നല്ല ചൂടാണ്. അപ്പോൾ എല്ലാവരുടെയും അടുത്തേക്കൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ സാധാരണ പോവാറുണ്ടോ? അവർക്ക് ആക്കളെ കൊത്തുണ്ടേ ഓള് തീക്കൂ ചെയ്യുന്നത് അവിടെ പോപ്പേ എന്നുവെച്ചാൽ അവർക്ക് അറിയില്ല ഇട കിട്ടും ഇട കിട്ടില്ല. വോട്ട് ചെയ്യാനൊക്കെ പോവാറുണ്ടോ? വോട്ട് ചെയ്യും. രാഷ്ട്രീയമുണ്ടോ? രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളത് ഇടുക്ക് വരുന്നു, എല്ലാ പാർട്ടിക്കാരും വരുന്നു, ലീഗുകാരും വരുന്നു, പിന്നെ കോൺഗ്രസ് വരുന്നു, മഹാരാഷ്ട്രൻ വരുന്നു, BJP-കാരും വരുന്നു. അപ്പോൾ അത് വന്ന് എല്ലാവരും തോന്നിട്ട് പോകുന്നല്ലാണ്ട് ഇവിടുന്ന് തന്നെ വോട്ട് അവർ ചോദിക്കലില്ല. പക്ഷെ നമുക്ക് ആവശ്യമില്ലേ വോട്ട് കൊടുക്കില്ല. എല്ലാ മതക്കാരും വന്നു പോകുന്ന ഒരു ക്ഷേത്രം എന്ന പ്രത്യേകത കൂടിയാണ് മല്ലത്തെ ഈ ക്ഷേത്രത്തിനുള്ളത്. അതിൽ പാർട്ടി ഭേദമില്ല, മതഭേദമില്ല, എല്ലാവർക്കും പ്രവേശനമുള്ള ഒരിടം, എല്ലാവർക്കും ഭക്ഷണം ഒരേപോലെ വിളമ്പുന്ന ഒരിടം. അതാണ് കാസർഗോട്ടെ മല്ലത്തിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. കാസർഗോഡ് എന്ന് കേട്ടാൽ ആദ്യം മുന്നിലേക്ക് വരുന്ന സെർച്ച് എഞ്ചിനിലെ വാർത്ത എൻഡോസൾഫാനെ കുറിച്ചായിരിക്കും. എൻഡോസൾഫാൻ ദുരിതബാധിതർ അവർക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കാൻ കാലങ്ങളായി സമരം ചെയ്യുന്ന വാർത്തകൾ ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് വരികയായിരുന്നു. ഒന്ന് കിട്ടുമ്പോൾ അടുത്ത ബുദ്ധിമുട്ട് അവരുടെ മുന്നിൽ വരുന്ന രീതിയിൽ സ്ഥിരപരിഹാരത്തിലേക്ക് എത്താതെ ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗം.
അവരുടെ പ്രശ്നം പറഞ്ഞുകൊണ്ടല്ലാതെ നമുക്ക് കാസർഗോഡ് മണ്ഡലത്തിലൂടെയുള്ള തെരഞ്ഞെടുപ്പ് യാത്ര പൂർത്തിയാക്കാൻ കഴിയില്ല. അവരാണ് ഇനി പൊതുജനം സ്പീക്കിങ്ങിൽ നമുക്കൊപ്പം ചേരുന്നത്. ഭിന്നശേഷി കുട്ടികൾക്ക് മാസങ്ങളായിട്ട് പെൻഷൻ കൊടുക്കുന്നില്ല. ഇവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തുകൊണ്ട് സർക്കാർ കാണുന്നില്ല? ഇലക്ഷനിൽ മാത്രം ഞങ്ങളെ കണ്ടാൽ പോരാ, എല്ലാ ടൈമുകളിലും ഇത്തരത്തിലുള്ളവർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഞങ്ങളെന്താ ഒരു വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ടാണോ? ഞങ്ങൾക്കും പ്രതിഷേധിക്കാൻ അറിയാം. ഞങ്ങളുടെ പ്രതിഷേധം കണ്ടു കഴിഞ്ഞാൽ ഇവർ കത്തിപ്പോകും. ശരിക്കും ഞങ്ങളുടെ അമ്മമാരുടെ മനസ്സ് നൊന്തൊരു വാക്ക് പറഞ്ഞാൽ ഈ ഭരണകൂടം ഭസ്മമായി പോകും. പാക്കേജുകളൊക്കെ പ്രഖ്യാപിച്ചു, നിങ്ങൾക്കെല്ലാം തന്നു എന്നാണ് പറയുന്നത്. വെറുതെ പറയാണ്, ഒന്നും ഞങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ സെൽയോഗം കൂടുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു, അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല, വെറുതെ പറയുന്നതാണ്. 1905 പേരെ ഇതിൽ എൻഡോസൾഫാൻ ഉൾപ്പെട്ടു, അതിൽ 1031 ഒഴിവാക്കി. അതെന്തുകൊണ്ട് നമുക്കറിയില്ല. മക്കളെ ബുദ്ധിമുട്ട് നമുക്ക് ബൈപ്പാസ് 2 ചെയ്തതാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കാനും എനിക്ക് കഴിയുന്നില്ല. അങ്ങനെ ഉള്ള അവസ്ഥയിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവരെ വളർത്താനായിട്ടുള്ള ഓരോ ദിവസവും കഴിഞ്ഞു പോകാനുള്ളതൊക്കെ എന്ത് ചെയ്യും? ഇല്ല, ഇങ്ങനെ പോകുന്നല്ലാതെ വേറെ ഒന്നും വരുമാനമൊന്നുമില്ല. മോൻ 31 വയസ്സായി, ഒന്നും ചെയ്യാൻ പറ്റൂല. അടുത്തുള്ള വീട്ടുകാരെ ഏൽപ്പിച്ചിട്ടാണ് ഞാനിപ്പോൾ വരുന്നത്, പെട്ടെന്ന് വിളിച്ചതും കൊണ്ട്. എനിക്ക് 2 മക്കളാണല്ലേ. 33 വയസ്സ് ഇപ്പോൾ ഇല്ല മോളുണ്ട്. പിന്നെ രണ്ടാമത്തെ മോള് 22 വയസ്സ് 2018 മെയ് 26 എൻ്റെ ഒരു രണ്ടാമത്തെ മോള് പോയി. 2 മക്കളും 1900 ലിസ്റ്റിൽ പെട്ടതാണ്. പക്ഷേ കാരണമില്ലാതെ അവരെ പുറത്താക്കിയതാണ്. ഇപ്പം 33 വയസ്സിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ അടുത്തടുത്ത് ആക്കിയിട്ടാണ് ഞാൻ വരുന്നത്. നമ്മളെ മക്കളെ നോക്കാൻ ആരുമില്ല. ഇന്ന് നമ്മളില്ല, അന്ന് നമ്മൾ നോക്കും, നാളെ ആര് നോക്കും നമുക്ക് പറയണം. ഈ അമ്മമാരുടെ കണ്ണീർ ബന്ധപ്പെട്ട അധികൃതർ കാണണം. ഈ ഒരു വോട്ട് വിഷയം ആകേണ്ടത് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ദുരിത ജീവിതം തന്നെയാണ്. 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുഞ്ഞിനെ തൻ്റെ കാലശേഷം ആര് നോക്കും എന്നവർ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഒരു മറുപടി കൊടുക്കാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് കഴിയണം. എൻഡോസൾഫാൻ എന്ന് പറയുന്നത് ഒരു വോട്ട് വിഷയം മാത്രമാക്കരുത്, അവരുടെ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ അവർ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് വരെ അവർ സമരത്തിന് വന്നതാണ് എന്നതുകൂടി സർക്കാർ കൺതുറന്ന് കാണേണ്ടതുണ്ട്. പൊതുജന സ്പീക്കിംഗ് ഫ്രം കാഞ്ഞങ്ങാട്. ഇപ്പോൾ എത്തി നിൽക്കുന്നത് തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ നീലേശ്വരത്താണ്. നീലേശ്വരത്ത് നമ്മൾ ഇവിടെയുള്ള ഓട്ടോക്കാരിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട് ചേട്ടാ? അടിപൊളി. തെരഞ്ഞെടുപ്പ് അടിപൊളിയാണെന്നാണ് ചേട്ടൻ പറയുന്നത്. വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യാറുണ്ട്. എങ്ങനെയാ, ചിഹ്നം നോക്കിയാണോ പാർട്ടി നോക്കിയാണോ? ആളെ നോക്കിയിട്ട്. നല്ല സ്ട്രോങ് വോട്ടറാണ്, ആളെ നോക്കി വോട്ട് ചെയ്യുന്നത്. ചേട്ടൻ എങ്ങനെയാ വോട്ട് ചെയ്യാറ്? ആളെ നോക്കിയാണോ അതോ പാർട്ടി നോക്കിയാണോ? ഞാൻ പാർട്ടി നോക്കിയാണ്. ഒരേ പാർട്ടിക്കാണോ സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്നത്? ഇവിടെ തൃക്കരിപ്പൂരില് ഒന്നുകിൽ ചെങ്കൊടി അല്ലെങ്കിൽ ഹരിത പതാക. ചെങ്കൊടിയാണ്. എന്തായി തെരഞ്ഞെടുപ്പൊക്കെ? ഓടിക്കളയല്ലേ? ഓടല്ലേ? വോട്ടിനായിട്ട് വരുമ്പോൾ എന്താ അവരോടും പറയാറുള്ളത്? വോട്ട് ആര് വന്നാലും വോട്ട് ചെയ്യുന്നു പറയും. പക്ഷെ എന്നിട്ട് പോയിട്ടാകുമ്പോൾ നമുക്ക് ആർക്ക് ചെയ്യേണ്ടത് വെച്ചാൽ അവർ ചെയ്യും. ഭയങ്കര ബുദ്ധിമാനാണല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലാണ്ട് ഇന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഏത് രാഷ്ട്രീയക്കാർ വന്നാലും പിന്നെ വാഗ്ദാനങ്ങൾ തരും. നിങ്ങൾക്ക് സ്റ്റാൻഡ് ഉണ്ടാവും, പിന്നെ അതുണ്ടാവും ഇതുണ്ടാവും എന്ന് പറയും. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ച് പോയി കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ഈ തൊഴിലാളികളെ ആരും മൈൻഡ് ചെയ്യാനുണ്ടാവില്ല. ഹലോ, എന്താ ഇവിടെ ആലോചന? ഗൂഢാലോചന. വോട്ടൊക്കെ ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യാറുണ്ട്. എങ്ങനെയാ, പാർട്ടി നോക്കിയാണോ സ്ഥാനാർത്ഥി നോക്കിയാണോ? ചെറിയ പ്രവർത്തനമാണ് പാർട്ടിയുടെ തന്നെ. തെരഞ്ഞെടുപ്പിനൊക്കെ തയ്യാറായോ? തയ്യാറായി. അപ്പൊ ഇവിടെ തൃക്കരിപ്പൂരിൽ നിൽക്കുമ്പോ നമ്മുടെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി മാറ്റമുണ്ടോ? ഒന്നും പറയാറായിട്ടില്ല. എന്ത് നോക്കിയിട്ടാ വോട്ട് ചെയ്യുക? നമുക്കൊരു മനസ്സിന് ഒരാളുണ്ട് എന്നും ചെയ്യുന്ന അവരെ ചെയ്തോണ്ടിരിക്കും.
പാർവതി അല്ലേ? കണ്ടിട്ടുണ്ട്. അതെ അതെ. ഇപ്പൊ വോട്ട് ചെയ്യാനൊക്കെ തയ്യാറായോ? പിന്നെ തയ്യാറായി. ഏതൊക്കെ കാര്യങ്ങളാണ് ഇനി ഇപ്പൊ അത്യാവശ്യമായിട്ട് കാസർഗോഡിന് വേണ്ടത്? കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങളാണല്ലോ. വെറുതെ നോക്കിയിട്ട് ചുമ്മാ ചെയ്യുന്നതല്ലല്ലോ നമ്മുടെ ശീലം. അപ്പോൾ ജനങ്ങൾക്ക് വികസനം, റോഡ്, വിദ്യാഭ്യാസം, ആരോഗ്യം കാര്യങ്ങൾ പാർലമെന്റിൽ എത്തി നമുക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കണം. അവിടെ ബൂത്തിൽ എത്തിക്കഴിഞ്ഞിട്ടാണോ തീരുമാനം എടുക്കുന്നത്? അങ്ങനെ ഒരു കറക്കിക്കുത്തും. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലൂടെയുള്ള നമ്മുടെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് ശ്രീ ബല്ലത്ത് കവായി തറവാട് ദേവസ്ഥാനത്താണ്. വിശ്വകർമ്മജരുടെ തറവാട് ദേവസ്ഥാനമാണിത്. 5 വർഷത്തിലൊരിക്കലാണ് ഇവിടെ കളിയാട്ടം നടക്കുന്നത്. എന്താ ഈ തെരഞ്ഞെടുപ്പൊക്കെ? തെരഞ്ഞെടുപ്പ് അടുത്തെത്തി. അതൊരു ഉത്സവല്ലേ? വോട്ട് ഈ ഉത്സവം കഴിഞ്ഞിട്ട് അടുത്ത ഉത്സവമായി. സ്ഥാനാർത്ഥിയാണോ അതോ പാർട്ടിയാണോ അതോ ചിഹ്നമാണോ? എന്താണ് ആദ്യം നോക്കുക? എങ്ങനെയാ വോട്ട് ചെയ്യാറ്? ചിഹ്നം നോക്കും. ആര് മത്സരിച്ചാലും ചിഹ്നത്തിനങ്ങ് ചെയ്യും. മാറ്റി ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും? ഇല്ല. മാറ്റി ചെയ്തിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടില്ല. ഇവിടെ എത്ര തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു ഇതിനകം? എണ്ണീട്ടുണ്ടോ? എത്ര വയസ്സായി? 73 വയസ്സായി. അപ്പൊ കൊറേ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. എല്ലാ വർഷവും ഒരേ പാർട്ടിക്കാണോ ചെയ്യുന്നത്? അതൊന്നല്ല. പിന്നെ സ്ഥാനാർത്ഥി നോക്കിയാണോ? സത്യം പറ. ആണ്. ഈ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറിക്കുന്നതൊക്കെ കാസർഗോഡ് കേൾക്കാറുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടോ ഇവിടെ? ഇല്ല. വോട്ട് മറിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇപ്രാവശ്യം ഒരു മാറ്റം അനിവാര്യമാണ്. കാസർഗോഡിൻ്റെതായ തനത് രീതികളുണ്ട്. ഇവിടെ തെയ്യക്കോലം കെട്ടുന്നത് പ്രധാനമായും ഏതൊക്കെ സമുദായക്കാരാണ്? നമ്മൾ പറഞ്ഞാലും മലയ സമുദായമാണ് ഇപ്പോൾ ഇവിടെ തെയ്യം കെട്ടുന്നത്. നമ്മളോടൊപ്പം കെട്ടുന്നത് നൽകതായ സമുദായമുണ്ട്. പിന്നെ കാസർഗോഡ് ജില്ലയിൽ ഒരു 7ഓളം വിഭാഗങ്ങൾ, പിന്നെ പല വിഭാഗങ്ങളായിട്ട് പല സമുദായത്തിലും പെട്ട ഈ തെയ്യം കെട്ടുന്ന വിഭാഗങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ ആളുകൾ വന്ന് ചോദിക്കുമല്ലോ ഓരോ പാർട്ടികളുമൊക്കെ. അങ്ങനെ ഏതെങ്കിലും പാർട്ടികൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അങ്ങനെ പരിഗണിക്കുന്ന രീതിയിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായില്ല. എനിക്ക് കിട്ടുന്ന പെൻഷൻ എന്ന് പറഞ്ഞാൽ കോലധാരി എന്നുള്ള ആ പെൻഷനാണ് കിട്ടുന്നത്. അത് ഞാൻ വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് കിട്ടുന്നില്ല. കോലധാരികൾക്കുള്ള പെൻഷൻ കൃത്യമായി എത്തണം. അതെത്തണം.